മനുഷ്യന്റെ ജീവിതം പറഞ്ഞ ആട് ജീവിതക്കാരൻ. ഓക്കെ, ബെന്യാമിന് ആ ഓസ്കാർ വേദി കയറി ഇന്ന് ഒറിജിനൽ സ്റ്റോറിക്കുള്ള പുരസ്കാരം വാങ്ങിക്കുന്ന ഒരു രാത്രി ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അപ്പൊ നേരം എടുത്തപ്പോൾ ഞാൻ ബെന്യാമിനെ ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിച്ചു, പഴയ പരിചയമൊക്കെ വെച്ചിട്ട് ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു സായിപ്പിൽ നിന്ന് പിന്നീട് പറഞ്ഞ ഡയലോഗ് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പ്രൊനൗൺസിയേഷൻ കണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഇത്തവണത്തെ അവാർഡ് ആട് ജീവിതത്തിന് ഇല്ല എന്ന് വല്ലതായിരിക്കും പറഞ്ഞത്. അപ്പൊ ബെന്യാമിൻ ആ ഓസ്കാറിലേക്ക് ഒരു എൻട്രി ആയിട്ടൊക്കെ അല്ലെ ഒരു ബിഗിനിങ് സ്റ്റേജിലായാലും പോയി. അതൊരു വലിയ സംഭവം അല്ലേ? മലയാള സിനിമയ്ക്ക് എത്തിപ്പെടാൻ കഴിയാവുന്നതിൽ ഒരു ചെറിയ സാധ്യതയായിരുന്നു അത്. പക്ഷെ നമുക്കറിയാം ധാരാളം കടമ്പകൾ കടന്ന് മാത്രമേ ഓസ്കാറിൽ എത്താൻ കഴിയുള്ളൂ എന്ന്. പക്ഷെ അതുള്ള ഒരു സ്വപ്നം വെക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞു. വരും തലമുറ അല്ലെങ്കിൽ സിനിമക്കാർക്ക് അതൊരു സ്വപ്നം മാറിയിട്ട് അതൊരു യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറിജിനലി ആട് ജീവിതക്കാർ എവിടെയാണ് താമസിക്കുന്നത്? ആറാട്ടുപുഴയാണ്. ആറാട്ടുപുഴ ഇവിടെ അടുത്ത് തന്നെ. ആലപ്പുഴയാണ്. ഒരു വളരെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യം. ബെന്യാമിൻ ഞെട്ടരുത്, ഒന്ന് ശക്തി പിടിച്ചോ. ഓക്കെ ആണല്ലോ, സർപ്രൈസും തയ്യാറല്ലേ? ഇല്ല, ഈ ആട് ജീവിതം വന്നതിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെ മാറി? ഭയങ്കരമായിട്ട് മാറി. കാരണം കേരളത്തില് ഉടനീളമുള്ള അല്ലെങ്കിൽ മലയാളി ഉള്ളിടത്ത് ബെന്യാമിൻ എന്ന് പറയുന്ന പേര് അറിയപ്പെടാൻ ആട് ജീവിതം വലിയ ബാങ്ക് അക്കൗണ്ട് കൂടിയോ? തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. എവിടേക്കാണ് അക്കൗണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ബെന്യാമിന്റെ ആട് ജീവിതത്തിന്റെ കോപ്പികളുടെ എണ്ണം കൂടുന്നതിന് എനിക്കായിരുന്നു ഉറക്കം പോയത്. എവിടേക്കായിരിക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു എഴുത്തുകാരന് ഒരു പുസ്തകത്തിന്റെ 15% മാത്രമാണ് റോയൽറ്റി എന്ന് പറയുന്നത് കിട്ടുന്നത്. ബാക്കി പ്രസാധകർക്കും വിതരണക്കാർക്കും അത് കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്ന സാധാരണ കച്ചവടക്കാർക്കും എല്ലാം കൂടി വിതരണം ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് എഴുത്തുകാരന് വേണ്ടി മാത്രമാണ് പുസ്തകത്തിന്റെ കാശെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സംവിധായകനും ബ്ലസ്സി നിങ്ങൾ തമ്മിൽ മാനസിക പൊരുത്തം വളരെ കൂടുതലുണ്ട്. ഇതേ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇതേ മറുപടി തന്നെ. ആ പ്രൊഡ്യൂസർക്ക് ആ കാശ് മുഴുവൻ കിട്ടുന്ന പുള്ളി പറയും. അപ്പൊ ബെന്യാമിൻ എന്തായാലും മാത്രമല്ല ആ ആട് ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ആ സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നത്, ആട് ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും അധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആ സിനിമയ്ക്ക് പണം തിരികെ കിട്ടിയെന്ന് ആ സിനിമ നിർമ്മിച്ച മുതലാളി എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു. അപഖ്യാതികൾ പ്രചരിപ്പിക്കല്ലേ എന്നും പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി പോയി എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? നിർമ്മാതാവിന്റെ കണ്ണീരില്ലാതെ കടന്നുപോയി എന്നുള്ളത്. മലയാളി പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ തിയേറ്ററിൽ പോയി ആ പടം കണ്ടു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വരും കാലത്ത് ഇതുപോലെയുള്ള വലിയ ചിത്രങ്ങൾ, കലാമൂല്യമുള്ള ചിത്രങ്ങൾ എടുക്കാൻ യഥാർത്ഥത്തിൽ നിർമ്മാതാക്കളെയും സംവിധായകരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണത്. ഞാനൊരു കാര്യം കൂടെ ഈ നല്ല മുഖത്ത് നോക്കിയ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ബെന്യാമിന്റെ മുഖത്ത് മുച്ചലെന്ന് പറയുമ്പോൾ അതായത് തല കുനിയും. എന്നാലും ഞാൻ പറയാം, ഇവിടെ നാട്ടിൽ വെച്ചല്ലേ നമ്മൾ കണ്ടത്. അതായത് ബെന്യാമിന്റെ പുസ്തകം ആദ്യം ഇറങ്ങിയ സമയത്ത് തന്നെ വായിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് ആയിരക്കണക്കിന് മലയാളികൾ അത് വായിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയും കണ്ടു. ബ്ലസ്സി, ഡോണ്ട് വറി, താങ്കളുടെ പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അത് തീർച്ചയായിട്ടും പുസ്തകത്തെയും സിനിമയും കൂടി നോക്കിക്കാണുന്ന താരതമ്യപ്പെടുത്തണ്ട. കാര്യം സിനിമ ഒരു സാങ്കേതിക സംവിധാനമാണ്. അത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പല കോണിൽ നിന്ന് വന്നിരുന്നു. അടുത്ത സുഹൃത്താ. അല്ല, സിനിമ എന്ന് പറയുന്നത് ചിലപ്പോ അവിടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എടാ കശ്മല. പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. നമ്മൾ അതല്ല എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ബെന്യാമിൻ ഇടയ്ക്കിടയ്ക്ക് ആ പുസ്തകത്തിൽ ഈ ബോധധാരയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഓർമ്മകളും. അപ്പൊ ഈ ബോധധാരയൊക്കെ സിനിമാ സംഗീതത്തിലേക്ക് ഇറങ്ങി വരാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഒരു ജനപ്രിയ സിനിമയിലേക്ക് എത്തുമ്പോ അങ്ങനെ. ഇത് എഴുത്തിന്റെ അസുഖമുള്ള ആളാണ്. വിശ്വസാഹിത്യകാരന്മാരൊക്കെ നോക്കിയാലും, നമ്മളെ കേരളത്തിലെ സാഹിത്യകാരന്മാരെ നോക്കിയാലും പലപ്പോഴും ഈ ലഹരി ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. പല ജീവിതങ്ങളും അവരുടെ ക്രിയേറ്റിവിറ്റി തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരു കാലം. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാലത്ത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു നടത്തം. അപ്പൊ എന്താണ് പുതിയ സാഹിത്യകാരന്മാരിൽ പലരും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായി കാണുന്നത്? എനിക്കറിയാം. ആ ചോദ്യം ഞാൻ കുറച്ച് സ്ട്രേറ്റ് ചോദിക്കട്ടെ. ബെന്യാമിൻ അടിച്ച് പൂക്കിറ്റാവുന്ന ആളാണ്. മദ്യപിക്കുന്നതും മദ്യം ഉപയോഗിച്ചിട്ടാണ് സാഹിത്യം വരുന്നതെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭയങ്കര മണ്ടത്തരമാണ്. കാരണം വളരെ സ്വബോധത്തോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തികളിലൊന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. തെറ്റായ ധാരണയാണ് കലയുണ്ടാവുന്നത്, സാഹിത്യം ഉണ്ടാവുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ അടിമപ്പെട്ടിട്ടാണ്. ഞങ്ങളുടെ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അത്തരത്തിൽ മദ്യത്തിനോ അല്ലെങ്കിൽ മറ്റു ലഹരികൾക്കോ അടിമപ്പെടാതെ കൃത്യമായി ആ പണി ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ്. ഞങ്ങളുടെ തലമുറ നല്ല മാതൃകാപരമായ തലമുറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ തെറ്റായ വഴികളിലേക്ക് പോകുന്നവരല്ല.
നമ്മുടെ ചെറുപ്പക്കാർ നിശ്ചയമായിട്ടും അത് കണ്ടുപഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകതയുണ്ടെങ്കിൽ അതിനെ വളർത്തേണ്ടത് ആ സർഗാത്മകതയോടുള്ള ലഹരി കൊണ്ടാണ്. എഴുത്തിനോടുള്ള ലഹരി കൊണ്ട്, കലയോടുള്ള ലഹരി കൊണ്ട്, സിനിമയോടുള്ള ലഹരി കൊണ്ട് അതിലിങ്ങനെ വ്യാപൃതനായി നിൽക്കുന്നതിനോളം ലഹരി മറ്റൊന്നിനും കിട്ടില്ല എന്ന് നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അതാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. ഞാനിപ്പം ഒന്ന് വീട്ടിലായിരിക്കുക. ഞാൻ ഈ ബെന്യാമിനോട് ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചില്ലേ, പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത് എന്നെ കുറിച്ചൊരു ഇന്റർവ്യൂവിന്റെ ഒരു സാധനം പ്രചരിക്കുന്നുണ്ട്. അത് സുനിത വില്യംസുമായിട്ട് ഞാൻ നടത്തിയ ഒരു ഇന്റർവ്യൂ പ്രചരിക്കുന്നു. അതായത് ഈ സാരിയൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു.